ഒരു രൂപ പോലും മുടക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണും ഇന്റർനെറ്റ് കണക്ഷനും ടെലഗ്രാം അക്കൗണ്ടും യൂസ് ചെയ്തുകൊണ്ട് ദിവസവും നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. വീണ്ടും പറയുന്നു, ഇവിടെ ഒരു രൂപ പോലും മുടക്കാതെ തന്നെ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പറഞ്ഞു വരുന്നത് പൈക്കോയിനെ പോലൊരു കമ്മ്യൂണിറ്റി ഡ്രിവൻ ക്രിപ്റ്റോ പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് സിമ്പിളായി നിങ്ങളുടെ കയ്യിലുള്ള ടെലഗ്രാം അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഭാഗമായി മാറുകയും മൈനിങ്ങിലൂടെ ഫോണിലൂടെ മൈൻ ചെയ്തുകൊണ്ട് സിമ്പിളായി നല്ല ഏണിങ്സ് ഉണ്ടാക്കുകയും ചെയ്യാം. പൈക്കോയിൻ വന്നപ്പോൾ തന്നെ വളരെ സിമ്പിളായിട്ടൊരു മൈനിങ് പ്രോസസ്സാണ് ഇവിടെ വരുന്നത്. പക്ഷേ പൈക്കോയിനേക്കാൾ ഒരുപാട് ഫ്യൂച്ചേഴ്സും ഫെസിലിറ്റീസും ഇവിടെ നമുക്ക് വരുന്നുണ്ട്. അതായത് ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, ഓട്ടോ മൈനിങ് ഓൺ ആക്കി വെക്കാൻ ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. നമ്മൾ പിന്നെ അപ്ഗ്രേഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന USDT അത് നമുക്ക് റിട്ടേൺ ആയിട്ട് അതിന് 2x വരെ അതും കിട്ടുന്നുണ്ട്. അതായത് ഇവിടെ എന്ത് ചെയ്താലും, ഫ്രീ ആയിട്ട് ചെയ്താലും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് കുറച്ച് പണം മുടക്കി ചെയ്താലും എങ്ങനെ ചെയ്താലും ഇവിടെ പ്രോഫിറ്റ് ആണ്, ലാഭമാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ആക്കുന്നില്ല. സിമ്പിളായിട്ട് മൊബൈൽ ഫോണിൽ ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ മൈനിങ് ഓൺ ആക്കാം എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഈ ഒരു വീഡിയോക്ക് താഴെ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ടെലഗ്രാമിലേക്ക് ഡയറക്റ്റ് പോകുന്ന സമയത്ത് നെറ്റ് മൈനറിന്റെ ഒരു ഇന്റർഫേസ് ഇങ്ങനെയായിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. അതിൽ സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ റഫറുടെ ID കൺഫേം ചെയ്യേണ്ടാവും. എല്ലാ കാര്യങ്ങളും കൺഫേം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് മൈനറിന്റെ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ മൈനിങ് സെക്ഷനിലേക്ക് പോകുന്നതിൽ നിങ്ങൾക്ക് മൈനിങ് ഓൺ ആക്കേണ്ട ഓപ്ഷൻ ഉണ്ടാവും. മൈനിങ് ഓൺ ആക്കി വെക്കുക. അത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷനായിട്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു കാര്യമായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൈനിങ് ഓൺ ആവും. മൈനിങ് ഓണായി നിങ്ങളുടെ ടോക്കൺസ് മൈൻ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ 8 മണിക്കൂർ കൂടുമ്പോഴാണ് നിങ്ങൾ വീണ്ടും മൈനിങ് ഓണാക്കി കൊടുക്കേണ്ടത് ആവശ്യം വരുന്നത്. നിങ്ങൾ ഓട്ടോ മൈനറിലേക്ക് പോവാതെ ഫ്രീ മൈനറായിട്ട് നിൽക്കുന്ന സമയത്ത് 8 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും ഈ ഒരു മൈനിങ് ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കണം. അപ്പോൾ ഓരോ 8 മണിക്കൂറിലായിരിക്കും നിങ്ങൾക്ക് ഇൻകം വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, എനിക്കിപ്പോൾ കിട്ടിയുള്ള കോയിൻസും ടോക്കൺസും ഒക്കെ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും. വളരെ സിമ്പിളായിട്ട് എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ രീതിയിലൊരു അപ്ഗ്രേഡേഷൻ നടത്തിക്കൊണ്ട് ഓട്ടോ മൈനറാണ് എടുത്തിട്ടുള്ളത്. $25 മുടക്കിയിട്ടുള്ളൊരു ഓട്ടോ മൈനറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്ക് ഓരോ 8 മണിക്കൂറും വന്നിട്ട് ഇത് ഓണാക്കേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, മൈനിങ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു 8 മണിക്കൂർ സർക്കിളിൽ കിട്ടാനായിട്ട് പോകുന്ന ടോക്കൺസ് എന്ന് പറയുന്നത് 6 ടോക്കൺസ് ആണ്. ഇവിടെ അപ്ഗ്രേഡ് ചെയ്ത ആളുകൾക്കായിരിക്കും ഇത് വിഡ്രോ ചെയ്യാനും പെട്ടെന്ന് തന്നെ ഏർലി ആക്സസ് ഒക്കെ പല കാര്യങ്ങളിലേക്കും കിട്ടാനും പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിലൂടെ നമ്മളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടി ഇവിടെ ഓൺ ആക്കി കൊടുക്കുകയാണ്. ഇവിടെ ജസ്റ്റ് ടോക്കൺസ് ഏൺ ചെയ്യുന്നില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടി ഇവിടെ വരുന്നുണ്ട്. അത് ഓണാക്കാൻ കൂടിയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, അപ്ഗ്രേഡേഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മൈൻ ചെയ്ത് ടോക്കൺസ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് സെല് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഏർലി ആക്സും ഏറ്റവും ആദ്യം സെല് ചെയ്യാനൊക്കെ പറ്റുക ഇതിൽ അപ്ഗ്രേഡ് ചെയ്ത് വന്ന ആളുകൾക്കായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇത് വാലറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. വാലറ്റ് എന്ന ഓപ്ഷനിലേക്ക് പോകാന്നുണ്ടെങ്കിൽ നമ്മുടെ വാലറ്റിൻ്റെ ബാലൻസ് കാണിക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ള ഏണിംഗ് ബാലൻസ് കാണിക്കുന്നത്. ഏണിംഗ് ബാലൻസ് സ്റ്റേക്കിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ടോക്കൺസ് സ്റ്റേക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ പുറത്തുള്ള പ്രോഫിറ്റും എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റേക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, നമുക്ക് USDTയും ഇതിലേക്ക് കയറുന്നുണ്ട് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ടോക്കണിൻ്റെ വാല്യൂ വന്നിരിക്കുന്നത് ഏകദേശം 4 രൂപ 5 രൂപയാണ്. അത് ലിസ്റ്റിംഗ് സമയത്തേക്ക് ഏകദേശം $1 എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് കമ്പനി പറഞ്ഞ ഒരു ഹ്യൂജ് എമൗണ്ടിലേക്കാണ്. പക്ഷേ $1 എത്തിയാൽ പോലും വലിയ ഹ്യൂജ് റിട്ടേൺസിലേക്ക് അത് പോകും. സോ നിങ്ങൾ ആരും തന്നെ ഇത് മൈൻ ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോണും ടെലഗ്രാം അക്കൗണ്ടും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മൈൻ ചെയ്യുക, നല്ല ഏണിങ്സ് ഉണ്ടാക്കുക. ഓക്കെ, പെട്ടെന്ന് തന്നെ ഇതിലേക്ക് 8 മണിക്കൂർ കൂടുമ്പോൾ വന്ന് ഓണാക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇതിനെ ബിസിനസ് കൂടി എടുക്കണം, അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള USDT ഏണിങ്സ് കൂടി ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ തന്നെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാം. അപ്ഗ്രേഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് മൈനിങ് നടന്നോളും, വന്ന് ഓണാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ USDT മുടക്കുന്നതിൻ്റെ അതിൻ്റെ പുറത്തൊരു റിട്ടേൺസ് കിട്ടും, 2x വരെ കിട്ടും. അങ്ങനെയും നല്ല രീതിയിലൊരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്ഗ്രേഡിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി $25 പാക്കേജ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ $50 പാക്കേജാണ് ഇവിടെ എനിക്ക് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഡെപ്പോസിറ്റ് ബാലൻസിൽ ആഡ് ഫണ്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഫണ്ട് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് കാര്യം ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾക്ക് അറിയാത്ത ആളുകളാണെങ്കിൽ ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മൈൻ ചെയ്ത് നല്ല ടോക്കൺസ് ഉണ്ടാക്കാം. അതുപോലെ സ്റ്റേക്കിംഗ് നമുക്ക് കിട്ടിയുള്ള റിട്ടേൺസ് നേരെ സ്റ്റേക്കിങ്ങിലേക്ക് പോയി സ്റ്റേക്കിങ്ങിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ക്രിയേറ്റ് സ്റ്റേക്ക് കൊടുത്താൽ മാക്സിമം കൊടുക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയുള്ള ടോട്ടൽ കോയിൻസും ഞാൻ സ്റ്റേക്കിങ്ങിലേക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ റിട്ടേൺസും കാര്യമൊക്കെ എനിക്ക് വരുന്ന എത്ര വരും ഡയലി എന്നുള്ള കാര്യമൊക്കെ USDT എത്ര വരും, അതുപോലെ തന്നെ ബാക്കിയുള്ള രീതിയിൽ എത്ര വരും എന്നൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ വരുന്നത്. ഇതൊരു വലിയ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ്, ആരും മിസ്സാക്കേണ്ട. ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാനുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് ഈ ഒരു വീഡിയോക്ക്